വയനാട്ടിൽ മൃതദേഹത്തോട് അനാദരവ്. ആദിവാസി വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്നാണ് പരാതി. ഓട്ടോറിക്ഷയിലാണ് മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോയത്. എടവക പഞ്ചായത്തിലെ പള്ളിക്കൽ വീട്ടുചാൽ 4 സെന്റ് നഗറിലെ ചുണ്ടമ്മയുടെ മൃതദേഹത്തോടാണ് അനാദരവ് കാട്ടിയത്. ദീപക് മോഹൻ നൽകും വിവരങ്ങൾ. ദീപക് മോഹൻ, ആദിവാസി വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് ഇല്ലായിരുന്നു അവിടെ. എന്തുകൊണ്ടാണ് ആംബുലൻസ് കൊടുക്കാതിരുന്നത്? സുജയ പാർവതി, എടവക പഞ്ചായത്തിലെ പള്ളിക്കൽ വീട്ടിച്ചാൽ 4 സെന്റ് ആദിവാസി നഗറിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകിട്ടായിരുന്നു 77 വയസ്സ് പ്രായമുള്ള ഈ മുത്തശ്ശി മരിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ഇന്ന് വൈകിട്ടോടുകൂടി തിരികെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു. പക്ഷേ ഇവരുടെ ആചാരപ്രകാരം വീടിനടുത്തുള്ള ശ്മശാനത്തിലേക്ക് സംസ്കരിക്കാനായി കൊണ്ടുപോകുന്ന സമയത്താണ് ആംബുലൻസ് ഇല്ലായിരുന്നു. പിന്നീടാണ് ഓട്ടോയിൽ കയറ്റി വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. പട്ടിക വികസന വകുപ്പിന് വയനാട്ടിൽ 2 ആംബുലൻസ് നിലവിലുണ്ട്. പക്ഷേ ആ 2 ആംബുലൻസും ആ സമയത്ത് മറ്റൊരു ഓട്ടം പോയതായിരുന്നു എന്നാണ് ഇവിടെ നിന്ന്, അതായത് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറോട് നമ്മൾ ചോദിച്ചപ്പോൾ വ്യക്തമായത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മാനന്തവാടിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. മാനന്തവാടി നഗരത്തിലെ ബ്ലോക്കിലെ പട്ടികജാതി വികസന ഓഫീസിലാണ് വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ട്രൈബൽ ഓഫീസറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പോലീസ് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എടവക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെയുള്ളത്. വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ട്രൈബൽ ഓഫീസറുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം ചുണ്ടമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ എടവക പഞ്ചായത്തിലെ 17-ാം വാർഡിൽ 4 സെന്റ് കോളനിയിലുള്ള ഒരു 80 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. ഇന്നലെ വൈകുന്നേരം 7:30 മണിക്കാണ് മരണപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അത് മറവ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നു, അതിന് ആവശ്യമായ ആംബുലൻസ് ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നു, വാർഡ് മെമ്പറും മറ്റുള്ളവരൊക്കെ തന്നെ. പക്ഷേ 2 മണി കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം 4 മണി വരെ ആംബുലൻസ് ലഭ്യമായില്ല. അവർ അതുകൊണ്ട് നിർബന്ധിതമായി ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി പൊതുശ്മശാനത്തിൽ മറവ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി മാനന്തവാടിയിലെ പ്രദേശത്ത് നടക്കുകയാണ്. ORKL മിനിസ്റ്ററുടെ മണ്ഡലമാണ്. 2 ആംബുലൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്, അത് 2 ഓട്ടം പോയിട്ടാണെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ചോദിച്ചപ്പോൾ വിശദീകരണം കിട്ടിയത്. അതിലെന്തെങ്കിലും ഈ 2 ആംബുലൻസും ഇന്ന് രാവിലെ 12 മണിക്കൊക്കെ ആംബുലൻസ് തയ്യാറാവുമെന്ന് അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങൾ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത്. ഈ 2 ആംബുലൻസും സമയത്ത് എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് സമയത്തെത്തിയില്ല എന്നതിന്റെ അർത്ഥം ആംബുലൻസ് അവർക്ക് കിട്ടിയില്ല എന്നതാണ് സർ. എന്തായാലും ഓട്ടോറിക്ഷയിലാണ് ചുണ്ടമ്മയുടെ മൃതദേഹം കൊണ്ടുപോയത്. ആദിവാസി വയോധികയുടെ മൃതദേഹത്തോടാണ് അനാദരവ് കാട്ടിയത്.